ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സെക്ഷനാണ്. സോ അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ കവർ ചെയ്യുന്നത് എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ, ദെൻ ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, ദെൻ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെയുള്ള സിഗ്നൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് സിഗ്നലിനുണ്ടാകുന്ന ഡിസ്റ്റോർഷൻ ആൻഡ് ഡീഗ്രഡേഷൻ, അല്ലെങ്കിൽ സിഗ്നൽ ഡിസ്റ്റോർട്ടഡ് ആവാനും ഡീഗ്രേഡ് ചെയ്യാനും ഡീഗ്രേഡ് ചെയ്തു പോകാനുമുള്ള കോസസ്. ഇത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ഫസ്റ്റ് വൺ, എന്താണ് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ? ഒരു ഒപ്റ്റിക്കൽ ഫൈബർ നമ്മളതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: an optical fiber is a dielectric waveguide that operates on optical frequencies. അതായത് ഒരു ഒപ്റ്റിക്കൽ ഫ്രീക്വൻസീസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ലൈറ്റിനെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ലൈറ്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം, ഒരു വേവ് ഗൈഡാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. സോ ഒപ്റ്റിക്കൽ ഫ്രീക്വൻസീസിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റിൻ്റെ, നമുക്കറിയാം ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും, ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡിന് ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിനെയാണ് ഒപ്റ്റിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വിസിബിൾ സ്പെക്ട്രം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിസിബിൾ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 400 മുതൽ 700 നാനോമീറ്റർ വരെയാണ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഒപ്റ്റിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 400 മുതൽ 700 ടെറ ഹെഡ്സ് ആയിരിക്കും അതിൻ്റെ ഒപ്റ്റിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓസിലേഷൻ ഫ്രീക്വൻസിയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫ്രീക്വൻസി ആയിട്ട് പറയുന്നത്. സോ ആൻ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡൈഇലക്ട്രിക് വേവ് ഗൈഡ് ദാറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ഒപ്റ്റിക്കൽ ഫ്രീക്വൻസീസ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ജനറൽ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കുക. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ മെയിൻ കോമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്, നമുക്കൊരു കോർ ഉണ്ടാവും. ആ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 എന്ന് അസ്യൂം ചെയ്യുക. ദെൻ കോറിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ക്ലാഡിംഗ് റീജിയൻ ഉണ്ടാവും. ആ ക്ലാഡിംഗ് റീജിയൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ N2 എന്ന് അസ്യൂം ചെയ്യുക. ദെൻ ഈ കോറിനെയും ക്ലാഡിങ്ങിനെയും കവർ ചെയ്തുകൊണ്ട് ഒരു ജാക്കറ്റ് കോട്ടിംഗ് ഉണ്ടാകും. ജാക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ജസ്റ്റ് ഒരു ഇൻസുലേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് കവർ, ഒരു ഔട്ടർ ജാക്കറ്റ് ഉണ്ടാവും. സോ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോർ ആൻഡ് ക്ലാഡിംഗ് റീജിയൻ സച്ച് ദാറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ, അതായത് N1 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ N2. ഇത് എപ്പോഴും അറിഞ്ഞിരിക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി കോർ ഇസ് ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ക്ലാഡിംഗ്. ഇപ്പോൾ കോറിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈറ്റിനെ ഗൈഡ് ചെയ്യുന്നത് കോർ റീജിയനിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ ഇതാണ് ജനറൽ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് അറിയേണ്ടത് ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലിനനുസരിച്ച്. നമ്മൾ പറഞ്ഞു കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്ലാഡിങ്ങിനെക്കാട്ടിലും കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദെൻ അത് ഇൻഡെക്സ് പ്രൊഫൈലിനനുസരിച്ചാണെന്നുണ്ടെങ്കിൽ 2 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയും, സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. രണ്ടാമത്തെന്ന് പറയുന്നത് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ഓക്കെ, സ്റ്റെപ്പ് ഇൻഡെക്സ് അല്ലെങ്കിൽ SI ഫൈബർ എന്നും ഗ്രേഡഡ് ഇൻഡെക്സ് അല്ലെങ്കിൽ GI ഫൈബർ എന്നും പറയും. ഓക്കെ, ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദി മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ. ഇപ്പോൾ ഒരു മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ലൈറ്റ് കോറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കോറിലൂടെ ആ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഡെഫിനിറ്റ് പാത്ത് ഉണ്ടാവും. ആ പാത്തിനെയാണ് നമ്മൾ മോഡെന്ന് പറയുന്നത്. അതായത് ലൈറ്റ് എനർജി ട്രാവൽ ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ മോഡ് എന്ന് സിമ്പിളായിട്ട് പറയുന്നത്. സോ മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ അനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാം, ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിംഗിൾ മോഡ് ഫൈബർ അല്ലെങ്കിൽ SM ഫൈബേഴ്സ് എന്ന് പറയും. സിംഗിൾ മോഡ് അല്ലെങ്കിൽ SM ഫൈബേഴ്സ്. സിംഗിൾ മോഡ് ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന് ഒരൊറ്റ പാത്ത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതായത് ഒപ്റ്റിക്കൽ സിഗ്നൽ നമ്മളൊരു സോഴ്സിൽ നിന്ന് ഇൻപുട്ട് കോറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സിംഗിൾ പാത്തിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് ട്രാവൽ ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ മോഡെന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മൾട്ടി മോഡ്.
മൾട്ടി മോഡ് എന്ന് പറയുമ്പോഴത്തേന് ലൈറ്റ് ഇൻപുട്ട്, സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് ഇൻപുട്ട് മൾട്ടിപ്പിൾ പാത്തിലൂടെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ സിംഗിൾ മോഡ് ഫൈബറിനെ SM അല്ലെങ്കിൽ SMF എന്ന് പറയാറുണ്ട്. സിംഗിൾ മോഡ് ഫൈബർ. മൾട്ടി മോഡ് ഫൈബറിനെ MMF എന്നും പറയാറുണ്ട്. ഓക്കെ, ഇതാണ് മോഡ്സിൻ്റെ ബേസിസിലുള്ള ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ബേസിക് ടൈപ്സ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്താണ് സ്റ്റെപ്പ് ഇൻഡെക്സ് എന്നും ഗ്രേഡഡ് ഇൻഡെക്സ് എന്നും, ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ സിംഗിൾ മോഡ് ഫൈബർ എന്നും മൾട്ടി മോഡ് ഫൈബർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഒരു ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുമ്പോഴത്തേന് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറിനെ സ്പെസിഫൈ ചെയ്യുന്നത് ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്. അതായത് സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡ് ഫൈബർ, സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡ് ഫൈബർ, ഗ്രേഡഡ് ഇൻഡെക്സ് സിംഗിൾ മോഡ് ഫൈബർ, ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടി മോഡ് ഫൈബർ എന്നിങ്ങനെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് 3 കോൺഫിഗറേഷൻസ് ഓഫ് ഫൈബേഴ്സാണ്. അതായത് സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ SMSI ഫൈബർ യൂസ് ചെയ്യാറുണ്ട്. ദെൻ മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ MMSI യൂസ് ചെയ്യാറുണ്ട്. ദെൻ പിന്നെ വരുന്നത് ഗ്രേഡഡ് ഇൻഡെക്സിൻ്റെയാണ്. ഗ്രേഡഡ് ഇൻഡെക്സ് വരുന്നത് മൾട്ടി മോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബേഴ്സ്, അതായത് MMGI ഫൈബേഴ്സ്. ഈ 3 ഫൈബർ കോൺഫിഗറേഷൻസ് ആണ് നമ്മൾ പ്രാക്ടിക്കലി പ്രിഫർ ചെയ്യുന്നത്. സിംഗിൾ മോഡിൻ്റെ സ്റ്റെപ്പ് ഇൻഡെക്സും ഉണ്ട്, സിംഗിൾ മോഡും ഉണ്ട്, മൾട്ടി മോഡും ഉണ്ട്. ഗ്രേഡഡ് ഇൻഡെക്സിൻ്റെ ഏത് മാത്രമേ ഉള്ളൂ? മൾട്ടി മോഡ് ഫൈബേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഓരോന്നായിട്ട് എന്താണ് ഡീറ്റെയിൽ ആയിട്ടെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം വരുന്നത് സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. ഞാൻ പറഞ്ഞു നമുക്ക് എന്തുണ്ട്, ഒരു ഒപ്റ്റിക്കൽ ഫൈബർ എടുത്തു കഴിഞ്ഞാൽ ഒരു കോർ റീജിയനും ഉണ്ടാവും, ഒരു ക്ലാഡിംഗ് റീജിയനും ഉണ്ടാവും എന്ന് പറഞ്ഞു. സ്റ്റെപ്പ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കോറിൻ്റെത് N1 എന്നും ക്ലാഡിങ്ങിൻ്റെ N2 എന്നും പറഞ്ഞു, N1 ഗ്രേറ്റർ ദാൻ N2 ആണെന്നും പറഞ്ഞു. അപ്പോൾ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് കോറിൽ നിന്ന് ക്ലാഡിങ്ങിലേക്ക് പോകുമ്പോൾ സഡൻ ആയിട്ട് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? ഒരു സ്റ്റെപ്പ് ഇൻഡെക്സ് എന്ന് പറയാം. കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ നിന്ന് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് സഡൻ ആയിട്ടുള്ളൊരു വേരിയേഷൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു 5.8 എന്നും ക്ലാഡിങ്ങിൻ്റേത് 1.2 എന്നും പറയുകയാണെങ്കിൽ 5.8 നിന്ന് 1.2 ഉള്ള സഡൻ ആയിട്ടുള്ളൊരു ഡ്രോപ്പാണല്ലേ. അപ്പോൾ ആ ടൈപ്പ് ഓഫ്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ, ആ ടൈപ്പ് ഓഫ് ഫൈബേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. അതായത് സ്റ്റെപ്പ് പ്രൊഫൈലായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റെപ്പ് വേവ് ഫോം ആയിരിക്കും അവിടെ കിട്ടുന്നത്. സോ അതിനെയാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത്. സിംഗിൾ മോഡെന്ന് പറയാൻ കാരണം നമ്മൾ ലൈറ്റ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ പാത്തിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഒരു സിംഗിൾ പാത്വേ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതിന് നോർമലി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ കോർ റീജിയൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. മൾട്ടി മോഡിനെ വെച്ച് നോക്കുമ്പോൾ കോറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കുറവായിരിക്കും. നിയർലി കോർ എന്ന് പറയുന്നത് ഒരു 8 to 12 മൈക്രോമീറ്റർ റേഞ്ചിലായിരിക്കും കോർ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ആൻഡ് ക്ലാഡിംഗ് റീജിയൻ എന്ന് പറയുന്നത് ഒരു 125 മൈക്രോമീറ്റർ, അറൗണ്ട് ഒരു 125 മൈക്രോമീറ്റർ റീജിയനിൽ ക്ലാഡിംഗ് റീജിയൻ ഉണ്ടാവും. ഓക്കെ, അതാണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ് സിംഗിൾ മോഡിലായിരിക്കും, അതായത് ഒറ്റ പാത്വേ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. മൾട്ടി മോഡിനെക്കാട്ടിലും കോറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. ദെൻ ഒറ്റ മോഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സിംഗിൾ മോഡിൻ്റെ ട്രാൻസ്മിഷൻ റേറ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. ഓക്കെ, സിംഗിൾ മോഡിൻ്റെ ട്രാൻസ്മിഷൻ റേറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടൈപ്പ് ഓഫ് ഫൈബേഴ്സിനെ യൂസ് ചെയ്യുന്നത് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡ് ഫൈബേഴ്സിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഫൈബർ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ സോഴ്സ്, അതായത് നമ്മുടെ ഇൻഫർമേഷൻ കപ്പിൾ ചെയ്തിട്ട് ഒരു ഒപ്റ്റിക്കൽ സോഴ്സ് വരെയായിരിക്കുമല്ലോ ഫൈബറിലേക്ക് ലൈറ്റിനെ കപ്പിൾ ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ഷുഡ് ഹാവ് എ നാരോ സ്പെക്ട്രൽ വിഡ്ത്ത്. ഓക്കെ, അതായത് വളരെ ഷാർപ്പായിട്ടുള്ള നാരോ സ്പെക്ട്രൽ വിഡ്ത്തുള്ള, നാരോ ബാൻഡ് വിഡ്ത്തുള്ള
ലൈറ്റ് ആയിരിക്കണം, സോഴ്സ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ചെറിയ ഏരിയ അല്ലെങ്കിൽ ഡയമെൻഷനുള്ള കോറിലേക്ക് നമുക്ക് ലൈറ്റിനെ ഇഫക്റ്റീവായിട്ട് കപ്പിൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്നല്ല, ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസൈൻ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നു. ഒപ്റ്റിക്കൽ സോഴ്സ് ഷുഡ് ഹാവ് എ നാരോ സ്പെക്ട്രൽ വിഡ്ത്ത്. ഓക്കെ, ഇത്രയാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡ് ഫൈബറിൽ വരുന്നത്. അപ്പോൾ ഇത് തന്നെ നേരെ അടുത്ത വരുന്ന വെച്ച് കഴിഞ്ഞാൽ മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ്. അപ്പോൾ സ്റ്റെപ്പ് ഇൻഡെക്സിൽ വ്യത്യാസമൊന്നുമില്ല. എന്താണ്, N1-ൽ നിന്ന് N2-ലേക്കുള്ള വേരിയേഷൻ എന്ന് പറയുന്ന സഡൻ ഡ്രോപ്പ് ആയിരിക്കും. അതിൽ വ്യത്യാസമില്ല. വേരിയേഷൻ അല്ലെങ്കിൽ വ്യത്യാസം വരുന്ന എന്തിലായിരിക്കും? മോഡ് ഓഫ് പ്രൊപ്പഗേഷനിലായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരൊറ്റ റേ ഇതിനകത്ത് ഫൈബറിലേക്ക് കപ്പിൾ ചെയ്താലും അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ 2 പാത്ത് വേ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ 2 പാത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാത്തിലായിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. നോർമലി 2 or 3 മോഡ്സ് ഒരു ഫൈബറിനകത്ത് എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. സോ അതിനെയാണ് മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത്. സോ സിംഗിൾ മോഡിൽ പറഞ്ഞപ്പോഴത്തേനും കോറിൻ്റെ ഡയമെൻഷൻ ചെറുതാണെന്ന് പറഞ്ഞു. സോ മൾട്ടി മോഡ് ഫൈബറിൽ കോറിൻ്റെ ഡയമെൻഷൻ, കോറെന്ന് പറയുന്നത് നേരത്തെ 8 to 12 മൈക്രോമീറ്റർ ആയിരുന്നു. ഇവിടെ അറൗണ്ട് ഒരു 50 to 200 മൈക്രോമീറ്റർ വരെ എന്തുണ്ടാവാറുണ്ട്? കോർ ഡയമീറ്റർ വരാറുണ്ട്. ആൻഡ് ക്ലാഡിംഗ് റീജിയൻ ഡിപ്പെൻഡ്സ് ഓൺ 125 to 400 മൈക്രോമീറ്റർ വരെ ക്ലാഡിംഗ് റീജിയനും വേരി ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മൾട്ടിപ്പിൾ മോഡ്സിലാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ നമുക്കൊരു എന്താ പറയുക, ഒരു ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ മോഡ് ആയതുകൊണ്ട് ഇറ്റ് കോസസ് മോഡൽ ഡിസ്പേർഷൻ, അല്ലെങ്കിൽ സിംപ്ലി ഡിസ്പേർഷൻ. മോഡൽ ഡിസ്പേർഷൻ. അപ്പോൾ ഇതിന് ഡിസ്പേർഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. മോഡൽ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു സിംഗിൾ ലൈറ്റ് ഇൻപുട്ട് എന്ത് ചെയ്യുകയാണ്? ഫൈബറിൽ മൾട്ടിപ്പിൾ പാത്തിലായിരിക്കും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓരോ മോഡും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഓരോ മോഡും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഓരോന്നിനും ഓരോ വെലോസിറ്റിയിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത ഔട്ട്പുട്ട് എൻഡിലെത്തുമ്പോൾ പല മോഡും പല ടൈംസിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് എൻഡിൽ എത്തുന്നത്, ഡ്യൂ ടു ഡിഫറൻസ് ഇൻ പ്രൊപ്പഗേറ്റിംഗ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് കാരണം നമ്മൾ അതിൻ്റെ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു എനർജി ഡിസ്ട്രിബ്യൂഷൻ, ലൈറ്റിൻ്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് അവിടെ ആ എനർജി സ്പ്രെഡ് ചെയ്ത് പോയി എന്നുള്ളൊരു ഇതായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ പൾസ് സ്പ്രെഡ് ചെയ്ത് പോകുന്ന രീതിയിൽ നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു സ്പ്രെഡിങ്, അതിനെയാണ് നമ്മൾ പറയുന്നത് മോഡൽ ഡിസ്പേർഷൻ, അല്ലെങ്കിൽ ഇൻ്റർ മോഡൽ ഡിസ്പേർഷൻ, അതും അല്ലെങ്കിൽ സിംപ്ലി ഡിസ്പേർഷൻ എന്ന് പറയും. ഡിഫറെൻറ്റ് പാത്തിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മോഡ്സിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കൊണ്ട് ലൈറ്റിൻ്റെ ഡിഫറൻസ് ഇൻ വെലോസിറ്റി, ഓരോ മോഡിനും ഉള്ള ഡിഫറൻസ് ഇൻ വെലോസിറ്റി കാരണം ദ പൾസ് tends to spread out. Energy in the pulse tends to spread out as it propagates along the fiber. So ഈ എനർജി സ്പ്രെഡിങ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഡിസ്പേർഷൻ ഉണ്ടാക്കുന്നത്. ലൈറ്റ് ഡിസ്പേഴ്സ് ചെയ്ത് പോകുന്ന പോലെ ആയിരിക്കും. സോ അതാണ് ഈ മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അത് ഒഴിവാക്കാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് യൂസിങ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം സ്റ്റെപ്പ് ഇൻഡെക്സ് പറയുമ്പോഴത്തേനും N1-ൽ നിന്ന് N2-ലേക്കുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് സഡൻ ആണ് അല്ലേ? അപ്പോൾ ആ ഒരു സഡൻ വേരിയേഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ഉണ്ടാകുന്ന ചേഞ്ചും ഈ ഡിസ്പേർഷൻ ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സഡൻ ആയിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യിക്കുന്നതിന് പകരം ഗ്രാജുവലി ചേഞ്ച് ചെയ്യിക്കുക. അതാണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിസ്പേർഷൻ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡ് ഫൈബറിന് പകരം എന്ത് യൂസ് ചെയ്യാം? നമുക്ക് ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടി മോഡ് ഫൈബേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ? മൾട്ടി മോഡ് ഗ്രേഡഡ് ഇൻഡെക്സ്. ഗ്രേഡഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N1-ൽ നിന്ന് N2-ലേക്കുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ ചേഞ്ച് ആയിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു ഈ ഫൈബർ നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. എലോങ് ദി കോർ റേഡിയസ്, ഇതാണ് കോർ റേഡിയസ് എങ്കിൽ N1-ൽ നിന്ന് എന്താണ്? N1-ൽ നിന്ന് N2-ലേക്ക് പതുക്കെയാണ് എന്ത് ചെയ്യുന്നത്? അത് N2 ആയിട്ട് മാറുന്നത്. സോ N1-ൽ നിന്ന് N2-ലേക്ക് ഗ്രാജുവലി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഫൈബേഴ്സിനെ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബേഴ്സ് എന്ന് പറയും. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബേഴ്സിനെ മൾട്ടിപ്പിൾ മോഡ് സപ്പോർട്ട് ചെയ്യുന്ന ഫൈബേഴ്സാണ്. സോ അതിനെ നമ്മൾ മൾട്ടി മോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബേഴ്സ് എന്ന് പറയും. ഡിസ്പേർഷൻ ഒഴിവാക്കാനായിട്ട് നമുക്കുള്ളൊരു സൊല്യൂഷൻ, അതായത് മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സിന് പകരം
നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫൈബറാണ് മൾട്ടിമോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും നമ്മുടെ കോർ ഡയമെൻഷന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. കോർ എന്ന് പറയുന്നത് അറൗണ്ട് 50 to 100 മൈക്രോമീറ്റർ തന്നെ ആയിരിക്കും. വ്യത്യാസം വരുന്ന ക്ലാഡിംഗ് റീജിയനിലാണ്. ക്ലാഡിങ്ങിൻ്റെ റീജിയൻ എന്ന് പറയുന്നത് അറൗണ്ട് 125 to 140 മൈക്രോമീറ്റർ വരെ ക്ലാഡിംഗ് റീജിയൻ ഡയമെൻഷൻസ് ഉണ്ടാവാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഡിസ്പേർഷൻ്റെ റേറ്റ് ഇത് കുറവാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രാജുവലി മാറുന്നത് കൊണ്ട് തന്നെ ഡിസ്പേർഷൻ റേറ്റ് കുറവായിരിക്കും. സോ സ്റ്റെപ്പ് ഇൻഡെക്സിനെക്കാട്ടിലും ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. കമ്പയർഡ് ടു സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബേഴ്സ്, ബാൻഡ് വിഡ്ത്ത് ഓഫ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഹൈ ആണ്. സോ മെയിനായിട്ട് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യുന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി സിസ്റ്റംസ്, അതായത് ലാൻ നെറ്റ്വർക്ക്സിലും സെക്യൂരിറ്റി സിസ്റ്റംസിലും ഒക്കെ ആയിരിക്കും നമ്മളിതിനെ യൂസ് ചെയ്യുന്നത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ സെക്യൂരിറ്റി സിസ്റ്റംസിലൊക്കെ ആയിരിക്കും മൾട്ടിമോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ബേസിക്സ് ഓഫ് ഫൈബേഴ്സ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ എന്താണെന്ന് പറഞ്ഞു. ദെൻ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ആൻഡ് മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ പറഞ്ഞു. ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ്, ഓരോ ടൈപ്പ് ഓഫ് ഫൈബറിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ യൂസും അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷനും പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിഗ്നൽ ഡിസ്റ്റോർഷനാണ്. സിഗ്നൽ ഡിസ്റ്റോർഷൻ, ഒരു സിഗ്നൽ, ഒരു ലൈറ്റ് സിഗ്നൽ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡിസ്റ്റോർഷൻ ഉണ്ടാവാം എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പാസ് ചെയ്യുമ്പോഴത്തേനും, ലൈറ്റിനെ പാസ് ചെയ്യുമ്പോഴത്തേനും, ബീറ്റ് സിംഗിൾ മോഡ് ഫൈബർ ഓർ മൾട്ടി മോഡ് ഫൈബർ, അതിനകത്ത് ഓരോ ലൈറ്റ് എനർജിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്ന വെലോസിറ്റിയിലും എനർജി സ്പ്രെഡിങ്ങും ഒക്കെ കാരണം നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, സിഗ്നൽ കുറേയൊക്കെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് പോകാറുണ്ട്. അപ്പം മെയിനായിട്ടുമുള്ള ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ മെയിനായിട്ടും ഒപ്റ്റിക്കൽ സിഗ്നൽ ഡിസ്റ്റോർട്ടഡ് ആവാൻ 2 റീസണാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിലേ. ഗ്രൂപ്പ് ഡിലേ മെയിനായിട്ട് വരുന്നത് ആ മൾട്ടിമോഡ് കേസിലാണ്. അതായത് പല മോഡും പല വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഓരോന്നും ഓരോ സമയത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ടിലെത്തുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് ഇൻ ടൈമിംഗ്, അതിനെയാണ് നമ്മൾ ആ ഗ്രൂപ്പ് ഓഫ് സിഗ്നൽസ് ഉണ്ടാക്കുന്ന ഡിഫറൻസ് ഇൻ ടൈമിംഗ്, അതിനെയാണ് ഗ്രൂപ്പ് ഡിലേ എന്ന് പറയുന്നത്. സോ ഗ്രൂപ്പ് ഡിലേ കാരണമാണ് നമുക്ക് മെയിനായിട്ടും ഈ ഡിസ്പേർഷൻ എന്ന് പറയുന്നൊരു സംഭവം വരുന്നത്. ദെൻ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡിസ്പേർഷൻ ഇഫക്ട്സ്. അപ്പോൾ ഗ്രൂപ്പ് ഡിലേ കാരണം ഡിസ്പേർഷൻ വന്നു എന്ന് പറഞ്ഞു. ആ ഡിസ്പേർഷൻ 2 രീതിയിൽ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ പ്രൊപ്പഗേഷൻ, ഒപ്റ്റിക്കൽ സിഗ്നൽ പ്രൊപ്പഗേഷനെ അഫക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ സിഗ്നൽ ഡിസ്റ്റോർഷനിൽ അല്ലെങ്കിൽ ഒരു സിഗ്നൽ ഡിസ്റ്റോർട്ടഡ് ആയി പോകാനായിട്ട് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഈ 2 കാര്യങ്ങളാണ്. ഒന്ന് സിഗ്നലിൻ്റെ ഗ്രൂപ്പ് ഡിലേ, രണ്ടാമത്തത് ഡിസ്പേർഷൻ ഇഫക്ട്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കാം, ഗ്രൂപ്പ് ഡിലേ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഡിലേ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. എന്താണ്, മൾട്ടിപ്പിൾ മോഡിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഓരോന്നും ഓരോ സമയത്തായിരിക്കും അത് ഔട്ട്പുട്ടിൽ എത്തുന്നത്. അപ്പോൾ ഒരു ഓവറോൾ ഗ്രൂപ്പ് ഡിലേ, അതായത് എല്ലാ സിഗ്നൽസും ഔട്ട്പുട്ട് എൻഡിൽ എത്തിയെന്ന് അസ്യൂം ചെയ്യുക, പക്ഷേ പലതും പല സമയത്തായിരിക്കും. അപ്പോൾ ഓവറോൾ ഗ്രൂപ്പ് ഡിലേയെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് τg/L, അതായത് along the entire length of the fiber എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഗ്രൂപ്പ് ഡിലേ പെർ ലെങ്ത്ത്. ഓക്കെ, സോ τg/L, L എന്ന് പറയുന്ന ഫൈബറിൻ്റെ ലെങ്ത് ആണ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ 1/Vg, where Vg is the ഗ്രൂപ്പ് വെലോസിറ്റി. ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ മോഡിലെയും എന്താണ് പൾസ്, ആ പൾസിൽ ഓരോ മോഡിലെ എനർജി ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിയാണ് ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി വിത്ത് വിച്ച് energy in a pulse travels along the fiber. So 1/Vg. ആൻഡ് ഇതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾ വേറെ ഒരിടത്തും യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഇത് അറിഞ്ഞിരിക്കുക. ഇക്വേഷൻ മേ ബി നിങ്ങളുടെ ലോവർ ഫിസിക്സ് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഇക്വേഷൻ ആയിരിക്കും. ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 1/c × d/dk, or it can also be written as in terms of wavelength minus λ²/2πc × d/d ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ഗ്രൂപ്പ് ഡിലേ എന്ന് പറയുന്ന τg/L, ഡിലേ പെർ ലെങ്ത് ഓഫ് ദി ഫൈബർ. സോ τg/L എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് ഗ്രൂപ്പ് വെലോസിറ്റി ആൻഡ് ഈസ് ഗിവൺ ബൈ 1/c × d/dk. അതിൽ c എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റി, ബീറ്റ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ദെൻ k എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്.
k is given by 2 pi by lambda. അപ്പോൾ ആക്ച്വലി നമ്മളിത് ഈ ഇക്വേഷനിൽ ഡി ബീറ്റ ബൈ ഡി കെയിൽ കെയ്ക്ക് 2 pi by lambda സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ലാംഡയുടെ ടേംസിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഡി ബീറ്റയും കെയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ടും കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് ഡിലേ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കെയ്ക്ക് 2 pi by lambda സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഓതൻറ്റിക് ആയിട്ട് പറയാൻ പറ്റും എങ്ങനെയാണ് ഗ്രൂപ്പ് ഡിലേ വേവ് ലെങ്ത്തിനനുസരിച്ച് വേരി ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടി ഓതൻറ്റിക് ആയിട്ട് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് എടുത്തത്. ഓക്കെ, സോ ഇതിനകത്ത് ഗ്രൂപ്പ് ഡിലേ നമ്മൾ ആ ഇക്വേഷൻ ആ ഡെറിവേഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഗ്രൂപ്പ് ഡിലേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് വേവ് ലെങ്ത് ലാംഡ അല്ലേ. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ മോഡാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ വേവ് ലെങ്ത്തും പല എമൗണ്ട് ഓഫ് ടൈമിലായിരിക്കും അത് ട്രാവൽ ചെയ്യുന്നത്. സോ അത് കാരണം എന്തുണ്ടാവും, നമ്മൾ ആ ഫൈബറിൻ്റെ പ്രൊപ്പഗേഷൻ പാത്ത് നോക്കിക്കഴിഞ്ഞാൽ എനർജി സ്പ്രെഡ് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ എനർജി സ്പ്രെഡിങ്ങിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡിലേ കാരണമാണ് ഈ ഡിസ്പേർഷൻ ഉണ്ടാകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അക്കൗണ്ടഡ് ബൈ എ ഫാക്ടർ ഡി. നമ്മൾ ഡിസ്പേർഷൻ ഫാക്ടർ എന്ന് പറയും. ആൻഡ് ഡിസ്പേർഷൻ ഫാക്ടർ ഡി ഇസ് ഗിവൺ ബൈ 2 pi c ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാംഡ സ്ക്വയർ. സോ ഓരോ വേവ് ലെങ്ത്ത് നോക്കുക, വേവ് ലെങ്ത്ത് ലാംഡ സ്ക്വയർ ആണല്ലേ. സോ വേവ് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഡിസ്പേർഷൻ റേറ്റ് കുറയുവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഡിസ്പേർഷൻ്റെ ഇക്വേഷൻ. ഡിസ്പേർഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഡിലേ കാരണം ഡിസ്പേർഷൻ ഉണ്ടായി എന്ന് പറഞ്ഞു. ഈ ഡിസ്പേർഷൻ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിൽ 2 രീതിയിലാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ 2 ഫാക്ടേഴ്സ് കാരണമാണ് ഈ പറയുന്ന ഡിസ്പേർഷൻ എനർജി സ്പ്രെഡിങ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെറ്റീരിയൽ ഡിസ്പേർഷൻ. ഓക്കെ, ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് മെറ്റീരിയൽ ഡിസ്പേർഷൻ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് വേവ് ഗൈഡ് ഡിസ്പേർഷൻ. മെറ്റീരിയൽ ഡിസ്പേർഷൻ ആൻഡ് വേവ് ഗൈഡ് ഡിസ്പേർഷൻ. ഓക്കെ, അതിൽ മെറ്റീരിയൽ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ, ആ പേരിൽ തന്നെയുണ്ട് മെറ്റീരിയൽ കാരണം ഉണ്ടാകുന്ന ഡിസ്പേർഷൻ. നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് സിലിക്ക ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കോർ എന്ന് പറയുന്നത് സിലിക്ക ഗ്ലാസ് ആണ്. അപ്പോൾ ആ മെറ്റീരിയലിൽ ഉണ്ടാകുന്ന നമുക്ക് സിലിക്കയിൽ ഉണ്ടാകുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെയൊക്കെ വ്യത്യാസം കാരണം വേവ് ലെങ്ത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണമാണ് ഡിസ്പേർഷൻ വരുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്റ്റ് ടു ഒപ്റ്റിക്കൽ വേവ് ലെങ്ത്, അതാണ് മെറ്റീരിയൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ ഫാബ്രിക്കേഷനൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്താൽ മെറ്റീരിയൽ ഡിസ്പേർഷൻ ഒരു ലിമിറ്റ് വരെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമതെന്ന് പറയുന്നത് വേവ് ഗൈഡ് ഡിസ്പേർഷൻ. വേവ് ഗൈഡ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്റ്റിക്കൽ ലൈറ്റിന് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുമ്പോൾ അതൊരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫൈബറിലേക്ക് കപ്പിളാവുന്നത്. അപ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ആംഗിളിൽ ഉണ്ടാകുന്ന വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ദി സെൻറ്റർ വേവ് ലെങ്ത്. നമ്മൾ ഓരോ ഒപ്റ്റിക്കൽ ഫൈബർ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു സെൻറ്റർ വേവ് ലെങ്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ വിത്ത് റെസ്പെക്ട് ടു ആ സെൻറ്റർ വേവ് ലെങ്ത്തിന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വേരി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പേർഷനാണ് വേവ് ഗൈഡ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇൻസിഡൻറ്റ് ആംഗിൾ വേരി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ലൈറ്റ് പോകുന്ന വെലോസിറ്റി, ഗ്രൂപ്പ് വെലോസിറ്റിയിൽ വേരിയേഷൻ ഉണ്ടാവും. ആ ഗ്രൂപ്പ് വെലോസിറ്റിയുടെ വേരിയേഷൻ പൾസിനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് കാരണമാകും. സോ ആ ഡിസ്പേർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേവ് ഗൈഡ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വേവ് ഗൈഡ് ഡിസ്പേർഷൻ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ഡിസൈൻ ക്രൈറ്റീരിയ വെച്ചിട്ട് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ ഡിസൈൻ ചെയ്യുന്ന രീതിക്ക് നമുക്ക് വേവ് ഗൈഡ് ഡിസ്പേർഷനെ കുറച്ച് വെക്കാനായിട്ട് പറ്റും. സോ അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന 2 ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ 2 ക്ലാസ് ഓഫ് ഫൈബേഴ്സാണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്പേർഷൻ ഷിഫ്റ്റഡ് ഫൈബേഴ്സ്. ഡിസ്പേർഷൻ്റെ റേറ്റ് മാറ്റാനായിട്ട് നമുക്ക് 2 രീതിയിൽ ഫൈബേഴ്സിനെ ഡിസൈൻ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്പേർഷൻ ഷിഫ്റ്റഡ് ഫൈബേഴ്സ്. ഡിസ്പേർഷൻ ഷിഫ്റ്റഡ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഒരു ലാംഡ ഇസഡ് ഡി എന്ന് പറയുന്ന ഒരു വേവ് ലെങ്ത് കൺസിഡർ ചെയ്യുക. ലാംഡ ഇസഡ് ഡി എന്ന് പറയുന്നത് 0 ഡിസ്പേർഷൻ വേവ് ലെങ്ത് ആണ്, അതായത് ഡിസ്പേർഷൻ ഇല്ലാത്ത വേവ് ലെങ്ത്. ഓക്കെ, നമുക്ക് ഈ 0 ഡിസ്പേർഷൻ വേവ് ലെങ്ത്തിനെ ഒരു 1.5 മൈക്രോമീറ്റർ ബാൻഡിൽ
ദാറ്റ് ഈസ് ഒരു 1500 നാനോമീറ്റർ റേഞ്ചിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വേവ് ലെങ്ത്തിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ ഫൈബേഴ്സിനെയാണ് ഡിസ്പേർഷൻ ഷിഫ്റ്റഡ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അതായത് വി ക്യാൻ ഡിസൈൻ ആൻ ഒപ്റ്റിക്കൽ ഫൈബർ സച്ച് ദാറ്റ് ദ സീറോ ഡിസ്പേർഷൻ വേവ് ലെങ്ത് ഇസ് ഷിഫ്റ്റഡ് ടു അറൗണ്ട് 1550 നാനോമീറ്റർ. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡിസ്പേർഷൻ ഉണ്ട്, പക്ഷേ അതിനെ ഏതിലേക്ക് പുൾ ഡൗൺ ചെയ്യുകയാണ്, ഒരു 1.5 മൈക്രോമീറ്റർ വേവ് ലെങ്ത്തിലേക്ക് നമ്മൾ പുൾ ഡൗൺ ചെയ്യുവാണ്. രണ്ടാമത്തെ ഒരു കാറ്റഗറി ഓഫ് ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഡിസ്പേർഷൻ ഫ്ലാറ്റൻഡ് ഫൈബേഴ്സ്. ഡിസ്പേർഷൻ ഫ്ലാറ്റൻഡ് ഫൈബേഴ്സ്. ഡിസ്പേർഷൻ ഫ്ലാറ്റൻഡ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഞ്ച് ഓഫ് വേവ് ലെങ്ത്തിനകത്തേക്ക് നമുക്ക് ഡിസ്പേർഷനെ കുറച്ച് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നോർമലി പറയുന്ന 1.3 മുതൽ 1.6 മൈക്രോമീറ്റർ ബാൻഡിന് നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ എന്ത് ചെയ്യാം, ഡിസ്പേർഷൻ്റെ റേറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് വെക്കാം എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ ഡിസ്പേർഷൻ്റെ റേറ്റ് നോക്കിയിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഡിസ്പേർഷൻ ഷിഫ്റ്റഡ് ഫൈബേഴ്സ് ആൻഡ് ഡിസ്പേർഷൻ flattened fibers, and depends on how it is being utilized. എങ്ങനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതിന് ബേസിസിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ക്രൈറ്റീരിയ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്നൽ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ സിഗ്നൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും രണ്ട് രീതിയിലുള്ള ഫാക്ടേഴ്സാണ് ഡിസ്റ്റോർട്ടഡ് ആവാനായിട്ട് കാരണമാകുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് വന്നാണ് ഗ്രൂപ്പ് ഡിലേ. ദെൻ ഗ്രൂപ്പ് ഡിലേ കാരണം ഡിസ്പേർഷൻ ഉണ്ടാകുന്നു. ഇനി ആ ഡിസ്പേർഷൻ ഉണ്ടാകുന്നത് രണ്ട് ഫാക്ടേഴ്സ് കൊണ്ടാണ്. ഏതൊക്കെയാണ്? വേവ് ഗൈഡ് ഡിസ്പേർഷനും അല്ലെങ്കിൽ മെറ്റീരിയൽ വേവ് ഗൈഡിൻ്റെ പ്രൊപ്പഗേഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസവും ദെൻ പിന്നെ വരുന്നത് മെറ്റീരിയൽ ഡിസ്പേർഷൻ. രണ്ട് ഫാക്ടേഴ്സാണ് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സിഗ്നൽ ഡീഗ്രഡേഷൻ ഫാക്ടേഴ്സ്. സിഗ്നൽ ഡീഗ്രഡേഷൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് സിഗ്നലിൻ്റെ ക്വാളിറ്റി, അതായത് അതിൻ്റെ എന്താ പറയുക ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്ത് പോകാനായിട്ട് സാധ്യതയുണ്ട്. സിഗ്നൽ ഡീഗ്രേഡ് ചെയ്ത് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത് സിഗ്നൽ ഡീഗ്രഡേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുന്നത്. സിഗ്നലിൻ്റെ ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ടും നമുക്ക് 4 ഫാക്ടേഴ്സാണ് സിഗ്നൽ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് അല്ലെങ്കിൽ ഡീഗ്രേഡ് ദ സിഗ്നൽ എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെയും ഈ പറയുന്ന ഡിലേയും ഡിസ്പേർഷനും ഒക്കെ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ബട്ട് ഇൻ ജനറൽ ദർ ആർ 4 ഫാക്ടേഴ്സ് that are considered to degrade the signal quality അല്ലെങ്കിൽ to degrade the signal as it propagates along the fiber. സോ അതിൽ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ക്രിട്ടിക്കലായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അറ്റന്യൂവേഷനാണ്. സിഗ്നൽ അറ്റന്യൂവേഷൻ. ദെൻ രണ്ടാമത്തേന്ന് പറയുന്നത് അബ്സോർപ്ഷൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അറ്റന്യൂവേഷൻ, രണ്ടാമത്തേന്ന് പറയുന്നത് അബ്സോർപ്ഷൻ, ദെൻ മൂന്നാമത്തേന്ന് പറയുന്നത് സ്കാറ്ററിംഗ് ലോസസ്. സ്കാറ്ററിംഗ് ലോസസ്. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ബെൻഡിങ് ലോസസ്. ഓക്കെ, അറ്റന്യൂവേഷൻ, അബ്സോർപ്ഷൻ, സ്കാറ്ററിംഗ് ലോസസ് ആൻഡ് ബെൻഡിങ് ലോസസ്. ഇത്രയാണ് സിഗ്നൽ ഡീഗ്രേഡ് ചെയ്യാനായിട്ടുള്ള കാരണമാകുന്നത്. അതിൽ ഫസ്റ്റ് നോക്കാം അറ്റന്യൂവേഷൻ. നമ്മൾ അറ്റന്യൂവേഷനെ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ എന്ന് പറയുന്ന ഒരു വേരിയബിൾ വെച്ചിട്ടാണ്. സോ അറ്റന്യൂവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രസീവ് റിഡക്ഷൻ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഡിക്രീസ് ഇൻ ലൈറ്റ് ആംപ്ലിറ്റ്യൂഡ് ആസ് ഇറ്റ് പ്രൊപ്പഗേറ്റ്സ് അലോങ് ദി ഫൈബർ. അതാണ് സിഗ്നൽ അറ്റന്യൂവേറ്റ് ആകുക എന്ന് പറയുന്നത്. എന്താണ്? സിഗ്നലിലെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരിക എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പവർ. ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് പവറിൻ്റെ ടേംസിലാണ് അറ്റന്യൂവേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫ ഇസ് ഗിവൺ ബൈ -10 ഡിവൈഡഡ് ബൈ എൽ, അതായത് പെർ ലെങ്ത് ഓഫ് ഫൈബർ along the entire ലെങ്ത്തിനാണ് പറയുന്നത്. സോ -10 by L log P out, output power divided by input power. Okay, it is expressed in dB per kilometer. Alpha attenuation എന്ന് പറയുന്നത് it is expressed in dB per kilometer. Okay, then L എന്ന് പറയുന്ന length of the fiber. നെക്സ്റ്റ് രണ്ടാമത് വരുന്നത് അബ്സോർപ്ഷൻ. ഓക്കെ, അപ്പോൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, നമ്മൾ സെമി കണ്ടക്ടർ തിയറിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള അല്ലെങ്കിൽ വെൻ എ ഫോട്ടോൺ ഓഫ് എനർജി ഗ്രേറ്റർ ദാൻ അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ദ ബാൻഡ് ഗ്യാപ്പ് എനർജീസ് ഇൻസിഡൻറ്റ് ഓൺ ദി വാലൻസ് ബാൻഡ്,
ദി ഇലക്ട്രോൺ ഇൻ ദി വാലൻസ് ബാൻഡ് എന്താണ് അബ്സോർബ്സ് അല്ലെങ്കിൽ അക്സെപ്റ്റ്സ് എനർജി ഫ്രം ദി photon and get excited to the conduction band higher energy state. അതാണ് അബ്സോർപ്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്താണ്, ഒരു സ്യൂട്ടബിൾ എനർജി ഉള്ള ഒരു ഫോട്ടോൺ വന്ന് ഇൻസിഡൻ്റ് ആകുമ്പോഴത്തേക്കും വാലൻസ് ബാൻഡിലുള്ള ഒരു ഇലക്ട്രോൺ ആ എനർജി അക്സെപ്റ്റ് ചെയ്ത ശേഷം അത് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിവേഴ്സ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 3 രീതിയിലുള്ള അബ്സോർപ്ഷനാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനകത്ത് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ബൈ അറ്റോമിക് ഡിഫെക്ട്സ്. അബ്സോർപ്ഷൻ ബൈ അറ്റോമിക് ഡിഫെക്ട്സ് ഇൻ ദി ഗ്ലാസ് കോമ്പോസിഷൻ. നമ്മുടെ സിലിക്ക ഗ്ലാസ്സിൽ പല എലമെൻസുകൾ ഉണ്ടാവും. അപ്പോൾ അവരുടെ കോമ്പോസിഷനിലുണ്ടാകുന്ന വ്യത്യാസം കാരണം ഉണ്ടാകുന്ന അറ്റോമിക് ഡിഫക്റ്റുകൾ കാരണം അബ്സോർപ്ഷൻ സംഭവിക്കാം. ദെൻ രണ്ടാമതെന്ന് പറയുന്നത് ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ. ദെൻ മൂന്നാമത്തെന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് അബ്സോർപ്ഷൻ. ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ ആൻഡ് എക്സ്ട്രിൻസിക് അബ്സോർപ്ഷൻ. ഇങ്ങനെ 3 രീതിയിലുള്ള അബ്സോർപ്ഷനാണ് നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസ് കോമ്പോസിഷനിലുണ്ടാകുന്ന വ്യത്യാസം, സിലിക്ക ഗ്ലാസ്സിലുണ്ടാകുന്ന വ്യത്യാസമാണ് എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്ത് പോകുന്നത്. ഇലക്ട്രോൺസിന് അത് അവിടെ എന്ത് ചെയ്യും, എനർജി അക്വയർ ചെയ്ത ശേഷം ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് പകരം ഈ ഡിഫക്റ്റുകളിൽ ചെന്ന് ലോക്കാവും. അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺസ്, നമ്മുടെ ഇപ്പം മെറ്റീരിയലിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഓപ്പറേറ്റിംഗ് വേവ് ലെങ്ത്തുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ കാരണം ഉണ്ടാകുന്നതാണ് ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ. അപ്പോൾ ഇത് മെയിനായിട്ടും പെർഫെക്റ്റ് ഫൈബർ മെറ്റീരിയലിൽ, അതായത് നമ്മൾ എടുക്കുന്ന ഫൈബർ മെറ്റീരിയലിൽ ഡിഫക്റ്റുകളോ അൺവാണ്ടഡ് ഇമ്പ്യൂരിറ്റീസോ ഇൻഹോമോജനിറ്റീസോ ഡെൻസിറ്റി വേരിയേഷൻസോ ഒന്നും ഇല്ലാത്ത പെർഫെക്റ്റ് ഫൈബറിലാണ് ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഓക്കെ, അതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഓപ്പറേറ്റിംഗ് വേവ് ലെങ്ത് അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുമ്പോഴാണ് കുറച്ച് ലോസ് ഉണ്ടാവും. അതാണ് ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇത് കൂടുതലായിട്ടും വിസിബിൾ റീജിയനിലും കൂടുതലായിട്ട് വിസിബിൾ ആവുന്നത് അൾട്രാ വയലറ്റ് റീജിയനിലും നിയർ ഇൻഫ്രാറെഡ് റീജിയനിലുമാണ് ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ നടക്കുന്നത്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നതാണ് എക്സ്ട്രിൻസിക് അബ്സോർപ്ഷൻ. എക്സ്ട്രിൻസിക് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ആൻ എക്സ്ട്രിൻസിക് ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് ഫാക്ടർ കാരണം ഉണ്ടാകുന്നതാണ് എക്സ്ട്രിൻസിക് അബ്സോർപ്ഷൻ. സോ ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ ഫൈബറൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഫാബ്രിക്കേഷൻ പ്രോസസ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇംപ്യൂരിറ്റീസ്, എസ്പെഷ്യലി മെറ്റൽ അയോൺസ്, ഓക്കെ, ഫാബ്രിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മെറ്റൽ അയോൺ ഇംപ്യൂരിറ്റീസ് ഫൈബറിൽ വരാൻ അല്ലെങ്കിൽ ഫൈബർ മിക്സിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അബ്സോർപ്ഷനാണ് എക്സ്ട്രിൻസിക് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ടും നമുക്ക് അഫക്റ്റ് ചെയ്യുന്നത് അയൺ ഉണ്ടാവും, ദെൻ ക്രോമിയം ഉണ്ടാവും, ദെൻ നിക്കൽ. ഈ 3 മെറ്റൽ അയോൺസുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഫൈബറിൻ്റെ ട്രാൻസ്മിഷൻ ക്യാരക്ടറിസ്റ്റിക്സിനെ ഓൾട്ടർ ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എക്സ്ട്രിൻസിക് ഫാക്ടർ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മെറ്റൽ അയോൺസ് ഫൈബറിൽ വന്നു കഴിഞ്ഞാൽ ആ അയോൺസ് എന്ത് ചെയ്യും, ഫൈബറിലൂടെയുള്ള ലൈറ്റിൻ്റെ പ്രൊപ്പഗേഷൻ ക്യാരക്ടറിസ്റ്റിക്സിനെ ചേഞ്ച് ചെയ്യിക്കും. സോ ഇറ്റ് റിസൾട്ട്സ് ഇൻ പവർ ലോസ്, കൺസിഡറബിൾ പവർ ലോസ് അവിടെ സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് അബ്സോർപ്ഷനിൽ വരുന്നത്. ഓക്കെ, ദെൻ ഇനി വരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, അബ്സോർപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് സ്കാറ്ററിങ് ലോസസ്. അപ്പോൾ സ്കാറ്ററിങ് അറിയാം നമുക്ക്, എന്താണ് ലൈറ്റ് സ്കാറ്റർ ചെയ്ത് പോവുക എന്നൊക്കെ പറയത്തില്ലേ, അതാണ് സ്കാറ്ററിങ് കാരണം ലൈറ്റ് സ്പ്രെഡ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ലോസാണ് സ്കാറ്ററിങ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ സ്കാറ്ററിങ് ഉണ്ടാക്കുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ സ്കാറ്ററിങ് ഉണ്ടാകുന്നത് 3 റീസൺസ് കൊണ്ടാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്യൂ ടു മൈക്രോസ്കോപ്പിക് വേരിയേഷൻ ഇൻ മെറ്റീരിയൽ ഡെൻസിറ്റി. മൈക്രോസ്കോപ്പിക് വേരിയേഷൻസ് ഇൻ എന്താണ് മെറ്റീരിയൽ ഡെൻസിറ്റി. അതായത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ, നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ ഡെൻസിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തത് എന്ന് പറയുന്നത് ഫ്ലക്ച്വേഷൻസ് ഇൻ മെറ്റീരിയൽ കോമ്പോസിഷൻ. ഫ്ലക്ച്വേഷൻസ് ഇൻ
മെറ്റീരിയൽ കോമ്പോസിഷൻ. നമ്മളിപ്പോൾ കോറ് ക്ലാഡിങ് റീജിയനൊക്കെ എടുക്കുമ്പോഴത്തേനും അതിനകത്തുള്ള ഡിഫറെൻറ്റ് മിക്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കോമ്പോസിഷനിൽ ഒന്നോ രണ്ടോ എലമെൻസിൻ്റെയൊക്കെ റേഷ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാലും എന്തുണ്ടാവും? സ്കാറ്ററിങ് ഉണ്ടാവും. ദെൻ മൂന്നാമതെന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഡിഫക്ട്സ് അല്ലെങ്കിൽ ഇൻഹോമോജിനിറ്റീസ് ഡ്യൂറിങ് മാനുഫാക്ചറിങ്. നമ്മൾ ഫൈബർ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫക്റ്റുകളോ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വേരിയേഷൻസോ ഒക്കെയാണ് മൂന്നാമത്തെ ഒരു ഫാക്ടർ. അപ്പം മെയിനായിട്ടും ഈ 3 ഫാക്ടേഴ്സ് കാരണമാണ് നമുക്ക് എന്ത് വരുന്നത്? സ്കാറ്ററിങ് ലോസസ്. ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് സ്കാറ്റർ ചെയ്ത് പോകാനായിട്ട് കാരണമാകുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് ലൈറ്റിനെ അഫക്റ്റ് ചെയ്യുന്നൊരു സ്കാറ്ററിങ് എന്ന് പറയുന്നത് റെയിലേ സ്കാറ്ററിങ് ആണ്. നമ്മൾ ഓൾറെഡി ലോവർ ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. റെയിലേ സ്കാറ്ററിങ് എന്താണ്? ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ പ്രൊഫൈൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് കാരണം എന്താണ്? കോറിലൂടെയുള്ള ലൈറ്റിൻ്റെ ഒരു ഫ്രാക്ഷൻ എങ്ങോട്ടേക്ക് മാറും? ക്ലാഡിങ്ങിലേക്ക് മാറും. ഓക്കെ, അത് ലൈറ്റിൻ്റെ ഒരു പോർഷൻ ക്ലാഡിങ്ങിലോട്ട് ലോസ് ആവും. അപ്പോൾ എന്ത് സംഭവിക്കും? ലൈറ്റിൻ്റെ ഔട്ട്പുട്ട് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുറയും, അല്ലെങ്കിൽ സിഗ്നൽ അറ്റൻവേറ്റ് ചെയ്ത് പോവും. അതാണ് റെയിലേ സ്കാറ്ററിങ് എന്ന് പറയുന്നത്. ലൈറ്റ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുമ്പോൾ കോറിൽ നിന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കാരണം കോറിൽ നിന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ക്ലാഡിങ് റീജിയനിലേക്ക് ലോസ് ആയിപ്പോവും, അല്ലെങ്കിൽ അബ്സോർബ്ഡ് ആയിപ്പോവും. സോ സിഗ്നൽ അറ്റൻവേറ്റഡ് ആയിപ്പോവും. ആൻഡ് ദാറ്റ് അറ്റൻവേഷൻ അല്ലെങ്കിൽ റെയിലേ സ്കാറ്ററിങ് എന്ന് പറയുന്നത് വേരീസ് ആസ് 1/λ⁴. ഈ രീതിയിലായിരിക്കും റെയിലേ സ്കാറ്ററിങ് അഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇസ് ഗിവൺ ബൈ α/SCAT. എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സിഗ്നൽ ഈ സ്കാറ്ററിങ് കാരണം സിഗ്നൽ അറ്റൻവേറ്റ് ആയി പോവുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ആൽഫ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ആൽഫ സ്കാറ്ററിങ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ആൻ ഇക്വേഷൻ. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. 8π³ ഡിവൈഡഡ് ബൈ 3λ⁴. ഇതാണ് λ⁴ പവറിൽ വേരി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇൻറ്റു n⁸8 then p² kb tf beta t. ഇതാണ് റെയിലേ സ്കാറ്ററിങ്ങിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിലെല്ലാം ഏകദേശം എല്ലാം കോൺസ്റ്റൻസ് ആണ്. സോ ലാംഡ നമുക്കറിയാം വേവ് ലെങ്ത്ത്, n എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ദെൻ പി എന്ന് പറയുന്നത് ഫോട്ടോ ഇലാസ്റ്റിക് കോയിഫിഷ്യൻറ്റ്, നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ ഇലാസ്റ്റിസിറ്റി, ഫോട്ടോ ഇലാസ്റ്റിക് കോയിഫിഷ്യൻറ്റ്. ദെൻ കെ ബി എന്ന് പറയുന്നത് ബോൾസ്മാൻസ് കോൺസ്റ്റൻറ്റ്. എന്താണ്? 1.38 × 10⁻⁻23 ജൂൾ പെർ കെൽവിൻ. ദെൻ ടി എഫ് എന്ന് പറയുന്നത് തെർമൽ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഫിക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയും. ആൻഡ് ബീറ്റ ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഐസോതെർമൽ കംപ്രസിബിലിറ്റി ഓഫ് ദി മെറ്റീരിയൽ. അത് ഓരോ മെറ്റീരിയലിനും ബീറ്റ ടി എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആയിരിക്കും. സോ ഈ ഒരു സ്കാറ്ററിങ് അല്ലെങ്കിൽ ഒരു റെയിലേ സ്കാറ്ററിങ് കാരണം അതിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്ന സിഗ്നൽ എന്ത് ചെയ്യും? സിഗ്നലിന് അറ്റൻവേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് ലോസ് ആയിപ്പോവും. ആൻഡ് ദാറ്റ് ലോസ് ഫാക്ടർ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലോസ് ഫാക്ടർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് FR and is given by e⁻⁻α സ്കാറ്ററിങ് ഇൻറ്റു L. ഓക്കെ, റെയിലേ സ്കാറ്ററിങ് കാരണം ആ ഫൈബറിലൂടെയുള്ള ട്രാൻസ്മിഷൻ ലോസ്, അതിനെയാണ് നമ്മൾ FR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ FR ഇസ് ഗിവൺ ബൈ e⁻⁻α ഇൻറ്റു L. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ഫൈബർ ആൻഡ് ആൽഫ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് റെയിലേ സ്കാറ്ററിംഗ് കോയിഫിഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്കാറ്ററിംഗ് ലോസസിനകത്ത് വരുന്നത്. ദെൻ ഇനി നെക്സ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ബെൻഡിങ് ലോസസ്. സോ ബെൻഡിങ് ലോസസ് നമുക്കറിയാം, ഫൈബർ ബെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോസസ് ആണ് ബെൻഡിങ് ലോസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറിനെ ത്രൂ ഔട്ട് ഒരേ ലെങ്ത്തിൽ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചിലയിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫൈബറിനെ ബെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ബെൻഡിങ് കാരണം ഉണ്ടാകുന്ന പവർ ലോസിനെയാണ് ബെൻഡിങ് ലോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫൈബർ ബെൻഡ് ചെയ്യുമ്പോഴും സിഗ്നൽ എന്ത് ചെയ്യാറുണ്ട്? ഡീഗ്രേഡ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ബെൻഡിങ് ലോസസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാക്രോ ബെൻഡിങ് ലോസസ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാക്രോ ബെൻഡിങ് ലോസസ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേര് ലാർജ് കർവേച്ചർ ലോസസ്. മൈക്രോ ബെൻഡിങ് അല്ലെങ്കിൽ ലാർജ് കർവേച്ചർ ലോസസ്. രണ്ടാമത്തെന്ന് പറയുന്നത് മൈക്രോ ബെൻഡിങ് ലോസസ്. മൈക്രോ ബെൻഡിങ് ലോസസ് അല്ലെങ്കിൽ സ്മോൾ കർവേച്ചർ ലോസസ്. സ്മോൾ
കർവേച്ചർ ലോസസ്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് മാക്രോ ബെൻഡിങ് അല്ലെങ്കിൽ ലാർജ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബറിനെ നല്ല രീതിയിൽ ഒരു നല്ല റേഡിയസിലിട്ട് ബെൻഡ് ചെയ്യിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്നതാണ് മാക്രോ ബെൻഡിങ് ലോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഫൈബറിനെ നല്ല രീതിയിൽ ഇങ്ങനെയൊക്കെ ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അലോങ് ദി റേഡിയസ് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറിൽ ഇങ്ങനെ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവും. ഈ ഒരു ബെൻഡിലെത്തുന്ന സമയത്ത് കുറച്ച് പോർഷൻ എന്ത് ചെയ്യും? ക്ലാഡിംഗ് റീജിയനിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് ക്ലാഡിംഗ് റീജിയനിലേക്ക് ലോസായി പോവും. ഓക്കെ, ക്ലാഡിംഗ് റീജിയനിലേക്ക് ലോസ് ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ മോഡിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ മോഡിൻ്റെ വ്യത്യാസം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് പവർ എന്ന് പറയുന്നത് എന്ത് റീജിയനിലേക്ക് പോയിട്ടുണ്ടാവും? ക്ലാഡിംഗ് റീജിയനിലേക്ക് പോയിട്ടുണ്ട്. ക്ലാഡിംഗ് റീജിയനിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? മാക്രോ ബെൻഡിങ് ലോസ് അല്ലെങ്കിൽ ലാർജ് കർവേച്ചർ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോറിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ആ വേരിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡീക്കേസ് എക്സ്പൊണൻഷ്യലി ആസ് എ ഫങ്ഷൻ ഓഫ് ഡിസ്റ്റൻസ്. കോറിൽ നിന്ന് മാറുമ്പോഴത്തേക്കും ആ ലോസ് എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യലായിട്ട് ഡീക്കേ ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബെൻഡിലൊക്കെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫാർ ഫീൽഡിലുള്ള അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ദി കോറിൽ നിന്ന് ദൂരോട്ടുള്ള എനർജി പൾസ് എല്ലാം കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് ട്രാവൽ ചെയ്താൽ മാത്രമേ ഫൈബറിനകത്തുള്ള ഫീൽഡ് കീപ്പപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ സാധാരണയായിട്ട് നമ്മളൊരു എന്താ പറയണ ഒരു ബെൻഡ് റോഡിൽ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇന്നർ റോഡിൽ ഉള്ള ആളെക്കാട്ടിലും ഔട്ടർ എഡ്ജിൽ ട്രാവൽ ചെയ്യുന്ന ആൾ കുറച്ച് സ്പീഡിൽ ട്രാവൽ ചെയ്താൽ മാത്രമേ രണ്ടുപേരും ഇൻലൈൻ പാത്തിൽ പോകത്തുള്ളൂ. അപ്പോൾ അതേ ഉള്ളൂ ഉദ്ദേശം. കോറിൽ നിന്ന് ബെൻഡ് റീജിയനിലേക്ക് വരുമ്പോൾ കോറിൽ നിന്ന് ദൂരോട്ടുള്ള എനർജി അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന് കുറച്ചുകൂടി കൂടിയ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്താൽ മാത്രമേ ഫൈബറിനകത്തുള്ള ഫീൽഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകത്തുള്ളൂ. ഓക്കെ, ഇതാണ് മാക്രോ ബെൻഡിങ് ലോസസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മൈക്രോ ബെൻഡിങ് ലോസസ്. മൈക്രോ ബെൻഡിങ് ലോസസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ബെൻഡുകൾ കാരണം. ഇത് മെയിനായിട്ട് നമ്മൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഫൈബറിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും സ്ട്രക്ചറൽ ഡിഫക്റ്റ് അതിനകത്ത് വരുന്നതാണ്. ഫൈബറിൽ ചെറിയ വളവുകളും തിരിവുകളൊക്കെ വരുന്നതാണ് മൈക്രോ ബെൻസ് എന്ന് പറയുന്നത്. അത് കാരണം വരാം. മാനുഫാക്ചർ ചെയ്യുന്നതിനുള്ള ഡിഫോൾട്ട്സ് കാരണം എന്ത് ചെയ്യാം? അതിനകത്ത് ബെൻസ് വരാം. അതല്ലെങ്കിൽ നമ്മൾ ഈ ഫൈബറിനെ കേബിൾ ചെയ്യുന്ന സമയത്ത് ഫൈബർ ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഫൈബറിൻ്റെ മുകളിൽ ഒരു ലാറ്ററൽ പ്രഷറൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പ്രഷർ കാരണം ചിലപ്പോൾ എന്ത് ചെയ്യാം? ചെറിയ ബെൻഡുകൾ ഫൈബറിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മൈക്രോ ബെൻസ് വരുന്നത്. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ലോസാണ് മൈക്രോ ബെൻഡിങ് ലോസസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം. ഒന്ന് പ്രോപ്പറായിട്ട് മാനുഫാക്ചറിങ് ടെക്നിക്സൊക്കെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മൈക്രോ ബെൻസ് ഒഴിവാക്കാം. രണ്ടാമത്തെ, കേബിൾ ചെയ്യുന്ന സമയത്തുള്ള മൈക്രോ ബെൻസ് ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കോർ ക്ലാഡിംഗ് ഫൈബർ എൻ്റയർ ഫൈബറിൻ്റെ പുറത്ത് ഒരു തിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കംപ്രസബിൾ ജാക്കറ്റ്, ഒരു ഔട്ടർ കോട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജാക്കറ്റിലെ വേരിയേഷൻസ് വരത്തുള്ളൂ. ജാക്കറ്റിനകത്തുള്ള ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഇൻടാക്റ്റ് ആയിട്ട് ഇരിക്കും. അതിന് പ്രത്യേകിച്ച് ഡിഫോമിറ്റീസ് ഒന്നും വരാത്ത രീതിയിൽ എന്ത് ചെയ്യാം? ഒരു ജാക്കറ്റ് കോട്ടിംഗ് നമുക്ക് കൊടുക്കാം. സോ അങ്ങനെ ഈ മെഷേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ മൈക്രോ ബെൻസ് കാരണം ഉണ്ടാകുന്ന ലോസസ് ഒരു പരിധിവരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ ബേസിക്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു സെക്ഷനിൽ ബേസിക്കായിട്ട് വരുന്നത്. ഇനി ഇതിനകത്ത് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബേഴ്സിനകത്തുള്ള ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ ആണ്. അത് വേറൊരു വീഡിയോയിൽ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് സിലബസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം നന്നായിട്ട് നോട്ട്സിനകത്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നോട്ട്സ് വെച്ചിട്ടുള്ള ക്ലാസ്സാണ് ഞാൻ എടുത്തത്. അപ്പം നോട്ട്സ് ഒന്ന് വായിച്ച് നോക്കുക. ക്ലാസ് കേട്ടതിന് ശേഷം നോട്ട്സും കൂടെ ഒന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.